അടുത്ത ചോദ്യം കോൺഗ്രസിനെ നേരിട്ട് ബാധിക്കുന്ന, UDF-നെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായിരുന്നു. ഒന്നിലേറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉള്ളത് കോൺഗ്രസിന്റെ പ്രകടനത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അത് കോൺഗ്രസിന്റെ എന്ന് പറയുമ്പോൾ UDF-ന്റെ പ്രകടനത്തെ എന്ന് തന്നെ പറയാം. അത് നേട്ടമാണ് എന്ന് പറയുന്നവർ 24.5%. ഒന്നിലേറെ മുഖ്യമന്ത്രി മുഖങ്ങൾ ഉള്ളത് നേട്ടമാകും UDF-ന് എന്ന് പറയുന്നത് 24.5%. അത് തിരിച്ചടി ഉണ്ടാക്കും എന്ന് പറയുന്നത് 36.2%. കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് കോൺഗ്രസിന്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കടിപിടി അത് ദോഷമുണ്ടാക്കും എന്നുള്ളതാണ്. സ്വാധീനിക്കില്ല എന്ന് 23.3%, അഭിപ്രായമില്ലാത്തത് 16.1% എന്നതാണ്. ഇതിൽ നേട്ടമാകും സ്വാധീനിക്കില്ല എന്നത് രണ്ടും ഏകദേശം ഒരേ രീതിയിൽ കാണേണ്ടതാണ്, അല്ലേ കിരൺ? അത് തന്നെയാണ്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ഇതിൽ കാണാൻ കഴിയുന്നത്, സ്വാധീനിക്കില്ല. ഏകദേശം ആകെ ജനസംഖ്യയിൽ 4.1% ആളുകളും ഇത് സ്വാധീനിക്കില്ല എന്ന് പറയുമ്പോൾ ആര് മുഖ്യമന്ത്രി ആവണം അക്കാര്യത്തിൽ ജനം കൺസേൺ അല്ല എന്നുള്ളത് കൂടിയാണ് അതിൽ അർത്ഥമാക്കുന്നത്. ആരോ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആര് എന്ന് നോക്കിയല്ല ഇവരാരും വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ വോട്ടിനെ ഡിസൈഡ് ചെയ്തൊരു പ്രധാനപ്പെട്ട ഫാക്ടർ 4.1 ജനങ്ങൾക്കെങ്കിലും അതല്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നേട്ടമാകും എന്ന് പറയുന്നത് 24.5% ആളുകൾ. അത് പ്രധാനമായും അതിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവരൊക്കെ കൂടുതൽ ശതമാനം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മൾട്ടിപ്പിൾ ഫേസസ് വരുന്നത്, പല ആളുകളുടെ ഒരു സാധ്യത വരുന്നത് സ്വാഭാവികമായും നേട്ടമാകും എന്ന് പറയുന്നു. പക്ഷേ ഹിന്ദു വിഭാഗത്തിലെ അപ്പർ കാസ്റ്റ് ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ OBC വിഭാഗവും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, അത് കൂടുതൽ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് കോട്ടമാകും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാന പ്രത്യേകത, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുന്നു എന്നതിനെ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകൾ, അതിൽ കാര്യമായ ഒരു ഫലം കേരള രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നതുകൂടിയാണ്. നല്ലൊരു ശതമാനം ആളുകൾ അക്കാര്യത്തിൽ അഭിപ്രായം പറയാത്ത ആളുകൾ, 16.1% പേർക്ക് അഭിപ്രായമില്ല എന്ന് പറയുന്നു. ഈ സ്വാധീനിക്കില്ല എന്ന് 23.3% പേർ പറയുന്നു. തിരിച്ചടിയാവുന്ന 36.2% ആളുകൾ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും ചിലപ്പോൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെ അങ്ങനെ കോൺഗ്രസിന് അങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു UDF-ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല, അത് ദോഷമാണ്. ഇനി CPM-ന് അങ്ങനെ ഉണ്ടായാലും സ്വാഭാവികമായും അത് ദോഷമാണ്. ഇപ്പോൾ നേരത്തെ 2016 തെരഞ്ഞെടുപ്പിലൊക്കെ VS അച്യുതാനന്ദനാകുമോ പിണറായി വിജയൻ ആകുമോ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലൊക്കെ അന്ന് പാർട്ടി കൃത്യമായ അഭിപ്രായം പറഞ്ഞിരുന്നില്ല. അത് വലിയ ദോഷമാണ് എന്നൊക്കെ വലിയ വിഭാഗത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും അവസാനം രണ്ടുപേരും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്ന് രണ്ടുപേരെയും അനുകൂലിക്കുന്ന ആളുകളുടെ വോട്ട് സമാഹരിക്കാനൊക്കെ ഒരു തരത്തിൽ അവർക്ക് ഗുണകരമായി വന്നിട്ടുണ്ട്. കോൺഗ്രസിനും മുൻകാലങ്ങളിലൊക്കെ അത്തരം ഗുണകരമായ ഒരു അവസ്ഥ കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നോക്കുമ്പോൾ ഇതിൽ രമേശിനെ മുഖ്യമന്ത്രി ആയേക്കാം എന്ന് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം. പക്ഷേ 36.2% ആളുകൾ തിരിച്ചടിയാണെന്നും പറയുന്നുണ്ട്. ശ്രീ MS വേണുഗോപാൽ, എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? ഇത് കോൺഗ്രസിനും UDF-നും അനുകൂലമായ ഒരു സർവേ ഫലമാണോ അതോ തിരിച്ചടി ഉണ്ടാക്കുന്നതാണോ? ഇതിൽ അനുകൂലവും പ്രതികൂലത്തിന്റെയും സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്നവരാണ്. അവര് വ്യക്തികളെക്കാൾ കൂടുതൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതി മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ കോൺഗ്രസിനായാലും BJP-ക്കായാലും ഒക്കെ അവർ പാർട്ടിക്ക് പ്രാമുഖ്യം കൊടുക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പാർട്ടിയുടെ നേതാക്കളിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വന്നാലും അവരത് പലപ്പോഴും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് മേയറുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഞാനത് കണ്ടതാണ്. ആരെയാണോ മേയറായിട്ട് പ്രൊജക്ട് ചെയ്ത് ആ ആളിനല്ലാതെ വേറൊരാൾക്ക് കൊടുത്തപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല നല്ലതാണ് എന്ന് പറഞ്ഞ് അത് പാർട്ടിക്കാർ അംഗീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത് LDF-നും UDF-നും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. അവര് പാർട്ടിയെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. പാർട്ടിയുടെ പോളിസികൾ ഞങ്ങളെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾ എന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നതിന് കണക്കാക്കിക്കൊണ്ടാണ് പലപ്പോഴും വോട്ട് ചെയ്യാറുള്ളത്. ഇപ്പോഴും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതലായിട്ട് അത് ബാധിക്കില്ല. പിന്നെ അത് ഇലക്ഷൻ സമയത്ത് പരസ്പരം പാരവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരിയാണ്. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തുടക്കത്തിൽ സർവേ വന്നപ്പോൾ അന്ന് കോൺഗ്രസിൽ അടിപിടി ഉണ്ടായിരുന്ന സമയമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകാത്ത സമയമായിരുന്നു. അന്ന് LDF-നായിരുന്നു നേരിയ മേൽക്കൈ. പിന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായതിനു ശേഷം നടന്ന രണ്ടാമത്തെ സർവേയിൽ UDF-ന് മേൽക്കൈ കിട്ടുകയായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ സർവേയിൽ എങ്ങനെയായിരിക്കും? അല്പസമയത്തിനകം ആ ഫലം വരും. ആ UDF ആണോ LDF ആണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ, എത്ര സീറ്റുകൾ NDA-ക്ക് കിട്ടും എന്നുള്ളത്. മറ്റ് ഘടകങ്ങൾ കൂടിയുണ്ട്. അതിലിപ്പോൾ SDPA കുറിച്ചുള്ള ചോദ്യമാണ്. SDPI പിന്തുണയെക്കുറിച്ച് വലിയ ചർച്ച കഴിഞ്ഞ ഒരാഴ്ചയും സജീവമായിരുന്നു. അവിടെ SDPI LDF-നെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. SDPI പിന്തുണ വേണ്ട എന്ന് പറയുവാൻ LDF മടി കാണിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് SDPയുടെ പിന്തുണ അത് LDF UDF എന്നിവയുടെ
സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു. ആർക്കാണ് ഇത് ഗുണം ചെയ്യുക, ആർക്കാണ് ദോഷകരമാകുക എന്നുള്ള ചോദ്യമായിരുന്നു. ബാധിക്കുന്നുണ്ടെങ്കിൽ ഏത് മുന്നണിയെ ബാധിക്കും? SDPIയുടെ പിന്തുണ LDFിനെയാണോ UDFിനെയാണോ കൂടുതൽ ബാധിക്കുക? ഈ ചോദ്യത്തിന് ഉത്തരം LDF എന്നുള്ളത് 40.8%. അതായത് LDFിനെതിരെയുള്ള ഒരു വികാരമാണത്. LDFിനെ 40.8% ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. UDFിനെ 25.5%, NDA 7.6% എന്നുള്ളതാണ് കണക്ക്. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. SDPI LDFിന് പിന്തുണ കൊടുക്കുന്ന നേമം പോലെയുള്ള മണ്ഡലങ്ങൾ പ്രധാനമാണ്. അവിടെ അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ വരുമ്പോൾ അത് NDAയും ബാധിക്കുമെന്ന രീതിയിലുള്ള 7.6%-ന്റെ കണക്കും വളരെ പ്രസക്തമാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ LDFിനെ ബാധിക്കും എന്നുള്ളതാണ്. അതായത് മറുവശത്ത് വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ടാകും. അത് UDFിനോ NDAയ്ക്കോ അനുകൂലമാകും എന്ന കാര്യം കൂടി അവിടെയുണ്ട്. അതിനെയാണ് LDFിനെ 40.8% എന്നും UDFിനെ 25.5% എന്നും കണക്ക് വരുന്നത്. കിരൺ, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? SDPIയുടെ പിന്തുണ അത് LDF തള്ളിപ്പറയാത്തത് ദോഷകരമായിരിക്കും മുന്നണിക്ക് എന്നുള്ളതാണല്ലോ, അല്ലേ? അങ്ങനെ തന്നെയാണ് പ്രധാനമായും വരുന്നത്. LDF SDPI പിന്തുണയെ പൂർണ്ണമായും തള്ളിപ്പറയാത്തത് LDFിനാണ് കൂടുതൽ ദോഷമായി ഉണ്ടാക്കുന്നത്. കാരണം UDFിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് തന്നെ അങ്ങനെ തള്ളിപ്പറഞ്ഞു. ഒരാളെങ്കിലും അങ്ങനെ ശക്തമായി തള്ളിപ്പറയാനുണ്ടായിരുന്നു. LDFിൽ അങ്ങനെ തള്ളിപ്പറയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു പരിധിവരെ AK ബാലനെ പോലുള്ള നേതാക്കളൊക്കെ അവരെ നവീകരിക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിൽ, മാനസാന്തരപ്പെടുത്താൻ വേണ്ടി എന്ന തരത്തിൽ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ വലിയ രീതിയിൽ LDFിനോട് എതിർപ്പുള്ളത്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിന് SDPIയുമായിട്ടുള്ള ബന്ധം, ക്രിസ്ത്യൻ മുസ്ലിം തമ്മിലുള്ള ഒരു ഭിന്നതയും ഒക്കെ അതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം അതിൻ്റെ ആ ഒരു ഉയർന്ന ശതമാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അപ്പർ കാസ്റ്റ് ഹിന്ദുസിൻ്റെ അടുത്തിലും അത് LDFിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. 39.8% ആളുകൾ, ആകെയുള്ള 100% 39.8% ആളുകളും അപ്പർ കാസ്റ്റ് ഹിന്ദുസാണ് പറയുന്നത്. അത് LDFിനെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നു. ഇതിൽ രസകരമായ സംഭവം SC/ST വിഭാഗത്തിൽ നിന്നാണ് അങ്ങനെ കാര്യമായി ബാധിക്കുമോ, LDFിനെ ബാധിക്കുമോ UDFിനെ ബാധിക്കുമോ എന്നുള്ള ഒരു വിഷയമില്ലാത്തത്. അതിനും മറ്റൊരു സാമൂഹിക റീസൺ കൂടിയുണ്ട്. കാരണം SC/ST വിഭാഗം, പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ വിഭാഗങ്ങൾക്കിടയുമായി ചേർന്നുള്ള ചില സമരങ്ങളിലൊക്കെ യോജിച്ചു നിൽക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് SDPI. അതുകൊണ്ട് SDPI അങ്ങനെ ഒരു അകറ്റി നിർത്തേണ്ട സംഘടനയായി കാര്യമായി കാണാത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. പക്ഷേ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് വിഭാഗത്തിൽ വരുന്നവരും OBC വിഭാഗത്തിൽപ്പെടുന്നവരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവരും ഒക്കെ അങ്ങനെയല്ല. അവർ അതിനെ കൂടുതൽ അകറ്റി നിർത്തേണ്ട സംഘടനയായി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അത് LDFിന് കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ UDFിനെയും, അത് മഞ്ചേശ്വരത്തൊക്കെ SDPIയുടെ പിന്തുണ UDFിനാണ്, നേമത്ത് അത് LDFിനാണെങ്കിൽ അവിടെ UDFിനെയും ഈ പിന്തുണ ബാധിക്കുമെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.